ഡിഫിക്കൽറ്റി ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി ക്യാമ്പ് നടന്നിരുന്നു. ഇപ്രാവശ്യം ബാച്ച് 4 ആയിരുന്നു നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നത്. ബാച്ച് 4 നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളായിരുന്നു കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ലേണിംഗ് ഡിഫിക്കൽറ്റി ആയിരുന്നു മുന്നേ ഉള്ള ക്യാമ്പുകളിലൊക്കെ നമുക്ക് കിട്ടിയിരുന്നത്. അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റിയിൽ നമുക്ക് കണ്ടുവരുന്ന ഒരു ADHD ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിരുന്നു. മൈൽഡ് ടു മോഡറേറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഡിസ്ഗ്രാഫിയ അല്ലെങ്കിൽ എഴുതാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ അതുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കോൺസെൻട്രേഷൻ ബുദ്ധിമുട്ട്, അറ്റൻഷൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അതുപോലെ തന്നെ മെമ്മറി വീക്ക് ഉള്ള കുട്ടികൾ ഉണ്ടായിരുന്നു. ആ മെമ്മറി വീക്ക് എന്ന് പറയുമ്പോൾ നമ്മളപ്പോൾ പഠിപ്പിച്ചു കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് കിട്ടാത്ത കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. ഇത് നമ്മൾ മെഡിസിനൽ ഇന്റർവെൻഷനും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ തെറാപ്പിയും കൊടുത്തിട്ടുണ്ട്. ചില കുട്ടികൾക്ക് ബിഹേവിയർ ഇഷ്യൂസും കൂടി ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ബിഹേവിയർ തെറാപ്പിയും കൂടി ഇപ്രാവശ്യം നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യം അസസ്മെന്റ് ചെയ്തതിനു ശേഷമാണ്. നമ്മൾ ഓൾറെഡി ഡയഗ്നോസ്ഡ് കേസസ് ആണ് ADHD നമുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ മറ്റു കേസസ് ആയാലും ഡയഗ്നോസ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ ആ ഒരാൾക്ക് എന്താണ് ബേസിക് ആയിട്ട് വേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കിയതിന് ശേഷം അവർക്ക് 1-to-1 സെഷൻ ആണ് കൊടുത്തിരുന്നത്. ഓക്കെ, ഒരു കുട്ടിയെ വെച്ചിട്ടാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ആണ്, ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ചാണ് അവർക്ക് ഓരോ മെത്തേഡും നമ്മൾ ഡെവലപ്പ് ചെയ്തത്. 1 hour ആണ് ഒരാൾക്ക് നമ്മൾ കൊടുത്തിരുന്നത്. ഒരുപാട് പ്രോഗ്രസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല മാറ്റമാണ് ഇപ്രാവശ്യം ഉണ്ടായത്. നല്ല റിവ്യൂസ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. വി വാസ് സോ ഹാപ്പി ടു ഡു ദാറ്റ്. ഇതിൽ തന്നെ നമുക്ക് ADHD ഏറ്റവും ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇവർക്ക് അറ്റൻഷൻ വളരെ കുറവാണ്, കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പൊ ഈ ഓരോ കുട്ടികൾക്കും നമ്മൾ പല രീതിക്കുള്ള തെറാപ്പീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ബാലൻസിങ്ങിനുള്ള തെറാപ്പീസ് നമ്മൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ. അതുപോലെ അവർക്ക് ഒരുപാട് ടൈം ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാറ്റി മാറ്റി പല രീതിക്കുള്ള പഠിപ്പിക്കലായിരുന്നു. എങ്ങനെയായാലും അവർക്ക് ആ എഡ്യൂക്കേഷൻ ബേസിക്സ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു ഇത്. അതുപോലെ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു വരാൻ. പിന്നെ നമ്മൾ ചെയ്തിരുന്ന ബിഹേവിയറിലാണെങ്കിലും നമ്മൾ അവർക്ക് ഒരു ടൈം ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ടൈം ഷെഡ്യൂൾ കൊടുത്തുകൊണ്ടാണ് പല കുട്ടികൾക്കും നമ്മൾ ചെയ്തിരുന്നത്. അതിൽ താല്പര്യം, ഡിസ്ഇൻട്രസ്റ്റ് ഇൻ സ്റ്റഡീസ് എന്നുള്ള ഒരു പ്രോബ്ലം ഉള്ള കുട്ടികളുണ്ടായിരുന്നു. അതിൽ നമ്മൾ മോട്ടിവേഷൻ കൊടുത്തു, എങ്ങനെ നമ്മൾ മുന്നോട്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്ത ഒരുപാട് കുട്ടികളുണ്ട്. എല്ലാവരും നന്നായിട്ട് 10 days വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ കഴിഞ്ഞു. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഇനിയും പ്രോഗ്രസ് വേണമെന്നുള്ളത് നമ്മുടെ മറ്റ് ബാച്ചുകളിലോട്ട് അവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫർദർ എനിവൺ ഹു നീഡ്സ് എന്തെങ്കിലും പഠന ബുദ്ധിമുട്ടുകളോ ഡിഫിക്കൽറ്റിയോ ഡിസബിലിറ്റിയോ ഉള്ള ആൾക്കാർക്ക് യു കുഡ് കോണ്ടാക്ട് അസ്. നമ്മുടെ ഓഫ്ലൈൻ ആയിട്ട് നടക്കുന്നത് കോട്ടക്കലിലാണ്, ഓൺലൈൻ ഒക്കെ ഉണ്ട്. പ്രിഫറബിളി നമ്മൾ നോക്കുന്നത് ഓഫ്ലൈൻ ആണ്. കോട്ടക്കലിൽ വെച്ചിട്ട് CarePlus ഹോമിയോപ്പതി അറ്റ് ചോലക്കൽ കോംപ്ലക്സ് താഴെക്കോട്ടക്കലാണുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ യു കുഡ് കോണ്ടാക്ട് അസ് ഇൻ ദിസ് നമ്പർ 9539496454. Thank you.